ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പെർത്തിലും മ്യൂസിയത്തിലാണ് വന്നിരിക്കുന്നത്. മ്യൂസിയത്തിൽ വന്നേക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ടെറാക്കോട്ട വാരിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. ചൈനയിലെ 220 BC എന്നുള്ള കുറേ ആർട്ടിഫാക്ട്സ് ആണ് നമ്മളിന്നിവിടെ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ അടുത്തേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പെർത്ത് മ്യൂസിയം. ഇവിടെയാണ് നമ്മുടെ ടെറാക്കോട്ട വാരിയേഴ്സിൻ്റെ എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സിബിഷൻ സെൻറ്ററിലേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഈ മ്യൂസിയം ആയാലും പഴയ ഒരു ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരുപാട് എക്സിബിഷൻസ് ഡെയിലി നടക്കുന്നതാണ്. അതുപോലെ തന്നെ പെർത്തിൻ്റെ ചരിത്രവും കാര്യങ്ങളും എല്ലാം ഈ മ്യൂസിയത്തിൻ്റെ അകത്ത് അവർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടെറാക്കോട്ട വാരിയേഴ്സ് എന്ന് പറയുന്നത് ചിൻ ഡൈനസ്റ്റിയുടെ അണ്ടറിൽ ഉള്ള ഫസ്റ്റ് എംപററിൻ്റെ ആഫ്റ്റർ ലൈഫിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറേ പ്രതിമകളാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പറയുന്ന ഈ സ്റ്റാച്യൂസും എല്ലാത്തിനും 2300 വർഷത്തോളം പഴക്കമുണ്ട്. അതായത് 200 BC-യിലാണ് ഈ സംഭവങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അന്ന് രാജാവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നപ്പോൾ രാജാവ് മരിക്കുന്ന സമയത്ത് ആ രാജാവിനോടൊപ്പം അടക്കിയ സംഭവങ്ങളാണ്. അവരപ്പോൾ ആഫ്റ്റർ ലൈഫ് കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രാജാവിൻ്റെ സുരക്ഷയ്ക്കായിട്ട് വേണ്ടിയുള്ള ഭടന്മാരും എല്ലാം അവർ ക്ലേയിൽ, അതായത് ടെറാക്കോട്ട എന്ന് പറഞ്ഞ പ്രത്യേകത്തിലുള്ള ഒരു ക്ലേ ആണ്. ആ ക്ലേ ഉപയോഗിച്ചിട്ടാണ് അവർ ഇതിനുണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം പക്ഷേ റിയൽ സൈസാണ്, ശരിക്കുമുള്ള പ്രതിമകളാണ്. അപ്പോൾ അത് അടക്കിയ സ്ഥലത്തു നിന്നാണ് അവരിത് എക്സ്കവേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഏകദേശം 1965-ലാണ് അവർ ആദ്യമായിട്ട് ഒരാൾ കിണർ കുഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം കണ്ടുപിടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം 8000-ഓളം വരുന്ന ഇതേമാതിരിയുള്ള സ്റ്റാച്യൂസ് അവർ അവിടെ നിന്ന് പിന്നെ എക്സ്കവേറ്റ് ചെയ്തെടുക്കുകയുണ്ടായി. അതിൽ 10 അവർ നമുക്ക് വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളിൽ 10 വെച്ചിട്ടാണ് അവർ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുവിടുന്നത്. അതിൽ രാജാവുണ്ട്, ഭടന്മാരുണ്ട്, കുതിരയുണ്ട്, അവരൊന്ന് ഉപയോഗിച്ചിരുന്ന ചാരിയറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ കാണാൻ വന്നിരിക്കുന്നത്. ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണിത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ടെറാക്കോട്ട വാരിയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കാണിക്കാൻ അവർ ഡിസ്പ്ലേയിൽ വെച്ചിരുന്നത്. അതിൽ 10 വരുന്ന റിയൽ സൈസ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അവർ വന്ന കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെയും എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ അവരോട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ചൈനയിൽ നിന്ന് ഒരു നേരിട്ടുള്ള ഒരു എക്സിബിഷനാണിത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ മ്യൂസിയത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു എൻട്രി ടിക്കറ്റിന് $30 ടിക്കറ്റിന് വില വരുന്നത്. അപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർത്ത് മ്യൂസിയം കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്താണ് ഇന്നത്തെ ഷോ കാണാൻ വേണ്ടി പോകുന്നത്. ഒരു 2 മണിക്കൂറത്തെ ഷോയാണ്. അപ്പോൾ ചൈനീസ് ഗവൺമെൻറ്റും അവിടുത്തെ ചൈനീസ് മ്യൂസിയവും ഒക്കെ കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ കാണുന്ന ഇവൻറ്റ് നമുക്കിവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വളരെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിത് കാണാമെന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ചൈനയിൽ പോകേണ്ടി വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പെർത്ത് മ്യൂസിയത്തിലേക്കാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഉള്ള ഒരു പഴയ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത്. വളരെ വിശാലമായ ഒരു ഏരിയ ആണ്. ഇവിടെ തന്നെ മൂന്ന് ഫ്ലോർസ് ഉണ്ട്. ആ 3 ഫ്ലോർസിലായിട്ട് അവർ പല രീതിയിലുള്ള എക്സിബിഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെർത്തിലെ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ കയറിയിട്ടാണ് നമ്മൾ എക്സിബിഷൻ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ജനറൽ അഡ്മിഷനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സിബിഷനും കാണാം, അതുപോലെ തന്നെ വേറെ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം കാണാവുന്നതുമാണ്. അപ്പോൾ നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ്സിനുള്ള കൗണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസിലുള്ള കൗണ്ടേഴ്സ്, അതായത് മ്യൂസിയത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ മെയിനായിട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു ഷോ എന്ന് പറയുന്നത് ടെറാക്കോട്ട വാരിയേഴ്സിൻ്റെ ഷോയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇവിടുത്തെ മ്യൂസിയത്തിലെ കാഴ്ചകളും കാര്യങ്ങളും കാണാവുന്നതാണ്. ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ ഇവിടെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ മെയിൻലി ഇപ്പോൾ എക്സിബിഷനിൽ ഉള്ളത് ടെറാക്കോട്ട വാരിയേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ മെയിൻ ഐറ്റംസ് ആണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇതേമാതിരി കുറേ അവരുടെ സ്റ്റാച്യൂസും പ്രതിമകളും ഒക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നതാണ്.
അപ്പോൾ ഈ കാണുന്ന പ്രതിമകളുടെയൊക്കെ നമ്മുടെ ഹൈറ്റിൽ വലിപ്പത്തിലുള്ള പ്രതിമകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ടെന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട്, ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് ഫെബ്രുവരി 2026 വരെ ചാൻസ് ഉണ്ട്. അതുവരെ ഈ എക്സിബിഷൻ ഇവിടെ നടക്കുന്നതാണ്. എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ട് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നതാണ് ടെറാക്കോട്ട വാരിയേഴ്സ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ വലിയ LCD ഡിസ്പ്ലേസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ എംപയറിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി അവർ മറ്റേ ഗ്രാഫിക്സ് വെച്ച് കാർട്ടൂണൈസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഒരു 2 മിനിറ്റ് വീഡിയോ ആണ് അവരിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ താഴെ കാണുന്നതായാലും വലിയ സ്ക്രീനാണ്. The kingdoms under heaven saw a weakened Zhou dynasty. Warlords rose, kingdoms battled, and the land fell into darkness. 7 great states were locked in endless war. For 250 years, no one leader could claim the mandate of heaven. But in the west, our kingdom, the Qin, prepared. അപ്പോൾ നമുക്കിവിടെ ആൾക്കാർക്ക് ഈ അതിനെ വാരിയേഴ്സിനെ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു സംഭവം അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കുമുള്ള സമയത്ത് അവർ ഇതിനെ അടക്കുന്ന സമയത്ത് ഇതിനെല്ലാത്തിനും കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അന്നൊക്കെ അവർ ഉപയോഗിച്ചിരുന്നത് നാച്ചുറൽ കളേഴ്സ് ആയതുകൊണ്ട് തന്നെ അത് വർഷങ്ങളെടുത്തപ്പോൾ എല്ലാം അത് ഇല്ലാണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് അവർ കാണിക്കുന്നത്. അന്ന് എല്ലാ ആർമിയിലുള്ള എല്ലാ പ്രതിമകൾക്കും ഇങ്ങനെ കളേഴ്സ് കൊടുത്തിട്ടാണ് അവർ ആഫ്റ്റർ ലൈഫിൽ അടക്കിയത്. പക്ഷെ അത് വർഷങ്ങളെടുത്ത് വന്നപ്പോൾ അതിൻ്റെ കളേഴ്സ് എല്ലാം പോയി. അവരുടെ ചെറിയ കളേഴ്സ് എന്തൊക്കെയായിരുന്നു ഉള്ളത്, അവരുടെ ചെവിയിലും അങ്ങനെയുള്ള ഇതിലൊക്കെ നമുക്ക് കുറച്ച് കാണാം വൈറ്റ് കളേഴ്സൊക്കെ. അതുപോലെ തന്നെ അവർ അന്ന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് ഈ കാണുന്നത്. അമ്പും വാളും എല്ലാം നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ കല്ലും കൊണ്ടുണ്ടാക്കിയ ഒരു ഇതാണ് കാണുന്നത്. അതായത് നമ്മൾ വാളും പരിചയം എന്ന് പറയില്ലേ, അപ്പോൾ അതിൻ്റെ അത് പരിചയം, അതായത് ആഫ്റ്റർ ലൈഫിലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പരിചയമാണ് ഈ കാണുന്നത്. അവർ കല്ലറയിൽ അവരവിടെ അടക്കുമ്പോൾ അവർ ചെയ്യുന്നതാണ് കാണുന്നത്. കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പടച്ചട്ടയായാലും കല്ലുകളും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അമ്പ് ചെയ്യുന്ന ഭടന്മാരുടെയാണത്. മുട്ടുകുത്തി നിന്ന് അമ്പ് ചെയ്യുന്ന ഭടൻ്റെ ഒരു ഇതാണ്, സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. എന്തും അടിപൊളിയായിട്ടുള്ള ചെയ്തായിരിക്കുന്നത്. ഒരു പെർഫെക്ഷൻ ആ സ്റ്റാച്ചുവിൻ്റെയൊക്കെ കൈയുടെയൊക്കെ ഒരു രീതി കളിമണ്ണും കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പെർഫെക്ഷനിൽ ഒരു സാധനങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഇത് അവരുടെ ഇൻഫൻട്രി മെന്നിൻ്റെ സ്റ്റാച്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നത് ചിൻ ഡൈനസ്റ്റിയിലെ ജനറലിൻ്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. അപ്പോൾ ജനറലിന് പണ്ട് താടി മീശയും അതുപോലെ തന്നെ നല്ല സൈസുള്ള ബോഡി അങ്ങനത്തെ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അന്ന്. അപ്പോൾ ഈ കാണുന്നത് നമ്മളൊരു കുതിരയോട്ടക്കാരെയാണ്, അത് കാൽവറി മെൻ എന്ന് പറയില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ കാണുന്നത്. ആകെ 184 സെൻറ്റിമീറ്റേഴ്സ് ടോളാണ് ഇയാളുടെ തിൻ ആൻഡ് ലീനായിട്ടുള്ള ശരീരം, കുതിര ഓടിക്കാൻ പാകത്തിന്. അപ്പോൾ അവർ സ്റ്റാച്യൂസ് ഉണ്ടാക്കുമ്പോഴായാലും ആ ഒരു രീതിയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അയാളുടെ കുതിരേനെയും അതിൻ്റെ ഒപ്പം അവരിവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
കുതിരയൊക്കെ ശരിക്കും ഒരു റിയൽ സൈസ് കുതിരയുടെ വലിപ്പമുണ്ട്. അപ്പോൾ ശരിക്കും അവർ ചൈനയിൽ നിന്ന് ഒരു സമയത്ത് മ്യൂസിയങ്ങളിൽ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10-12 ഇങ്ങനത്തെ റിയൽ സൈസാണ് അവർ കൊടുത്തു വിടുന്നുള്ളൂ. ഇതിനും ഒരുപാട് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അവർ എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അലൗ ചെയ്യുന്നത് ഇത്രയും 10 എണ്ണമാണ്. അപ്പോൾ 200 BC-യിൽ അവർ ചെയ്ത പ്രതിമകളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന ഓരോ പ്രതിമകൾക്കും പല രീതിയിലുള്ള മുഖങ്ങളാണ്. അതായത് ശരിക്കും മനുഷ്യരെ പോലെ തന്നെ എല്ലാം യുണീക്കാണ്. ഓരോ പ്രതിമകളും യുണീക്കാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു ആർമേഡ് ഓഫീസറാണ്. ഈ കാണുന്നത് ചിൻ ഡൈനസ്റ്റിയിലെ ഒരു ഓഫീസറിൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. ഏകദേശം 6 അടിയോളം പൊക്കമുണ്ട് പ്രതിമകൾക്ക്. 200 തൊട്ട് 300 കിലോ വരെ വെയിറ്റ് വരുന്ന പ്രതിമകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ആഫ്റ്റർ ലൈഫ് വെഹിക്കിൾസ് ആണ്. മെയിൻലി അവർ ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രോൺസും സിൽവറും ഗോൾഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വെഹിക്കിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ മരണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാരിയറ്റ്സ് ആണ് ഈ കാണുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ചാരിയറ്റ്സ് ആണത്. അപ്പോൾ 1965 ആദ്യമായിട്ട് ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ച സംഭവങ്ങളാണ് ഈ കാണുന്നത്. കുതിരപ്പുറത്തിരിക്കുന്ന ഭടന്മാരുടെ പ്രതിമകളാണ് അവർ കണ്ടുപിടിച്ചത് ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ മെയിൻ എക്സ്കവേഷൻ കാര്യങ്ങൾ തുടങ്ങിയത്. ഈ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഡോറുമൊക്കെ വെക്കില്ലേ, നമ്മൾ മുട്ടാൻ വേണ്ടിയിട്ട്, അത് 200 BC-യിലുള്ള സാധനമാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ ആ രാജഭരണത്തിൻ്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന, അവർ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് വസ്തുക്കളുടെ ഒറിജിനൽ സാധനങ്ങളാണ് അവർ എക്സ്കവേറ്റ് ചെയ്ത് ആർക്കിയോളജിസ്റ്റൊക്കെ എക്സ്കവേറ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഒറിജിനൽ പീസസാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അവരുപയോഗിച്ചിരുന്ന കത്തി, അവരുപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ശേഖരം തന്നെയാണ് നമുക്ക് ഈ മ്യൂസിയത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ വാദ്യോപകരണങ്ങളുടെ ഒരു കളക്ഷനാണ് ഇവിടെ കാണുന്നത്. ഒരു ടൈപ്പ് ഓഫ് ബെല്ലാണിത്. അപ്പോൾ അവരത് ഒരുമിച്ച് ഹാങ് ചെയ്യുമ്പോൾ പ്രത്യേക രീതിയിലുള്ള മ്യൂസിക് വരും. അതുപോലെ തന്നെ 770 BC മുതൽ 476 BC വരെ അവരുപയോഗിച്ചിരിക്കുന്ന വെള്ളം സെർവ് ചെയ്യാനും അതുപോലെ തന്നെ ഭക്ഷണം ചൂടാക്കാനും അതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് കണ്ടോ, സ്റ്റീമിംഗ് കുക്ക് വെയർ എന്നാണ് ഇതിന് പറയുന്നത്. ആ കാണുന്ന ഒബ്ജക്റ്റാണ് നേരെ ഇരിക്കുന്നത്.
ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോസും വേണ്ടി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.